നാളെയാണോ? പിന്നെ നീ പറയും 16-ാം തീയതി. 16-ാം തീയതി. അതിന് മുമ്പേ അത് കൊടുക്കണോ അവിടെ? ഒന്ന് പറ. ക്വാണ്ടം ഫിസിക്സ്. ഓക്കെ, ക്വാണ്ടം ഫിസിക്സ് യഥാർത്ഥത്തിൽ എന്റെ ടോപ്പിക് അല്ല. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയുടെ ടോപ്പിക്കാണ്. നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുക. ഞാൻ ചില കാര്യങ്ങളൊക്കെ ChatGPT-ന്നൂടെ ചോദിച്ചെടുത്തുമൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ അടി തുടങ്ങിയിട്ടുണ്ട്. ChatGPT എന്ന് പറഞ്ഞാൽ പെർപ്ലക്സിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അഡ്വാൻസ്ഡ് ടെക്നോളജീസാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ നിങ്ങൾ എങ്ങനെ ഇത് പറയേണ്ടത്? ഇംഗ്ലീഷിലോ ഓക്കെ, ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞുതരാം. അപ്പൊ കേട്ടോളൂ. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ ഈ കറക്റ്റ് പോയിന്റ്സ് കുറച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് സെറ്റാക്കി എടുക്കാൻ അറിയാം. സെമിനാറിന് പറയാൻ ഒരു സെമിനാറിന് ഒരു പ്രസംഗം എങ്ങനെ പറയേണ്ടതെന്ന് അറിയാം, പക്ഷെ സെമിനാറിന് ഡിഫറൻറ്റാ. സെമിനാർ മീൻസ് എന്താണ്? നിങ്ങളുടെ മുന്നിൽ ഒരു ആളിരിപ്പുണ്ട്, അവർക്ക് നിങ്ങൾ ക്ലാസ് എടുക്കുക, ക്ലാസ് ആയി എടുക്കുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ നിങ്ങൾക്ക് സ്ലൈഡ്സ് യൂസ് ചെയ്യാം. മനസ്സിലാവുന്നു? സ്ലൈഡ് യൂസ് ചെയ്യാം. സ്ലൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായ രീതിയിൽ കാണിച്ചു കൊടുത്ത് തെളിവ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറ്റ് ഈസ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് അതിനകത്ത് വരുന്നത്. ലോകം മൊത്തം കീഴ്പ്പെടുത്തുന്ന വലിയ സംഭവങ്ങൾ അതിനകത്ത് വരും. എന്താ ക്വാണ്ടം എന്നറിയാം? വാട്ട് ഈസ് ക്വാണ്ടം? ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വാട്ട് ഈസ് ക്വാണ്ടം ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് എന്തോ ഞാൻ എന്താ വേണേ പറഞ്ഞുതരാം. ഇത് കൺസെപ്റ്റ് ഓഫ് ഈ മെയിൻലി കംസ് ഫ്രം ദ ക്വാണ്ടം മെക്കാനിക്സ്. ഈ ക്വാണ്ടം കംസ് ഫ്രം വയർ ക്വാണ്ടം മെക്കാനിക്സ് which is the branch of science. Points മനസ്സിലായല്ലോ? That studied the behavior of atoms, atomic particles and subatomic particles. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയോ പറയുന്നതെന്ന് പഠിച്ചോ? അതായത് ഇതിനെ പറ്റിയാ ആറ്റം പാർട്ടിക്കിൾസിനെ പറ്റി, അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയും സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയുള്ള പഠനമാണിത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. പറയാൻ പഠിച്ചോ? അപ്പൊ the concept is mainly come from the quantum mechanics, which is a branch of science that deals with the atomic particles and subatomic particles. പറഞ്ഞൂടെ? Quantum is the smallest amount of energy. The physical property that is exists independently, it can exist independently. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി, ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഹൗ ഇൻഡിപെൻഡന്റ്. ഈ രണ്ടാമത്തെ പോയിന്റ് കയറ്റി വിടാൻ പറ്റുമോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ദ ലൈറ്റ് ഈസ് മേഡ് ഓഫ് സ്മോൾ പാക്കറ്റ്സ് ആണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈപ്പ് ഓഫ് പാക്കറ്റ്സ് ആണ് ലൈറ്റ്. ശ്രദ്ധിച്ചു നോക്കി, ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ദാറ്റ് എനർജി ഈസ് കോൾഡ് വാട്ട്? ഫോട്ടോൺസ്. എന്താ പറയുന്നത്? അപ്പൊ നമുക്ക് ഇനി എന്ന് പറയാം ലൈറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ പാക്കറ്റ് ഓഫ് എനർജി ഈസ് കോൾഡ് ഫോട്ടോൺസ്. That is the example for quantum. That is an example of quantum. Quantum. പഠിച്ചോ? അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫണ്ടമെന്റൽ തിയറി ഇൻ ഫിസിക്സ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ദ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺസ് ആൻഡ് ആറ്റംസ് ബിഹേവ്സ്. അത് പഠിച്ചോ? ആറ്റം, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ഇവയുടെ സ്വഭാവങ്ങളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലെ ഒരു ശാഖയാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പൊ ഒന്നുകൂടെ വേണേ പറയാം, ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ദ ഫണ്ടമെന്റൽ തിയറി ഇൻ ഫിസിക്സ് ദാറ്റ് എക്സ്പ്ലെയിൻസ് how particles like electron, protons and atoms behaves. അപ്പൊ ഇതിന് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടംസ് എന്തെങ്കിലും പറയാനുണ്ടോ? ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, പിന്നെന്താ പറയാൻ പറ്റും? ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി ഉണ്ട്. അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇമേജസ് ആൻഡ് ടെക്നോളജി, നാനോ ടെക്നോളജി. യുവർ മദർ ഈസ് ഡൂയിങ് PhD on that, in that ക്വാണ്ടം ടെക്നോളജി, ക്വാണ്ടം മെക്കാനിക്സ്. മനസ്സിലായോ? സോറി, ഇൻ നാനോ ടെക്നോളജിയിലാണ്. മനസ്സിലായോ? അപ്പൊ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ വാട്ട്? ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടംസ്. ക്വാണ്ടം മനസ്സിലായോ? ഇനി അടുത്ത വാട്ട് ഈസ് എ ക്വാണ്ടം ഇറ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വാണ്ടം ഇറ ആൻഡ് ഇറ്റ്സ് പോസിബിലിറ്റീസ് ആൻഡ് ചലഞ്ചസ്. അപ്പൊ വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ആൻഡ് വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് വാട്ട് ഈസ് ക്വാണ്ടം ഇറ? അപ്പൊ ക്വാണ്ടം എന്താണെന്ന് പഠിച്ചു, ക്വാണ്ടം ഫിസിക്സ് പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്? വാട്ട് ഈസ് എന്താ ഇറ്റ്സ് ആപ്ലിക്കേഷൻ, എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പഠിച്ചു. ഇപ്പൊ പറയുന്നു ക്വാണ്ടം ഇറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വരാൻ പോകും, ഇപ്പൊ ഉള്ളതല്ലത്, നിലവിലുള്ളത്, നിലവിൽ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടതും ഇനി വരാൻ പോകുന്നതുമായ ഒരു യുഗമാണ് ക്വാണ്ടം ഇറ എന്ന് പറയുന്നത്. അല്ലാണ്ടോ എവിടെയോ പറഞ്ഞു കേട്ടിട്ടില്ലേ ലൈറ്റിനെ എന്തോ ആക്കി വെച്ചെന്ന് പറഞ്ഞ്? സോളിഡ് ആക്കി വെച്ചെന്ന്. മനസ്സിലാവുന്നോ?
ഇറ്റലിയിലെ ഇത് എനിക്ക് അത് കറക്റ്റായിട്ട് അയാളുടെ പേരറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല. ഇത് ആരെങ്കിലും സയൻസുകാർ കേട്ട് കഴിഞ്ഞാൽ എന്നെ ഓടിക്കും. അപ്പോൾ ഞാൻ ഒരു പൊളിറ്റിക്സ് മാനേജ്മെന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ലോ ബേസ്ഡ് ആയിട്ട് ഒരാൾ ഈ ഫിസിക്സിനെ പറ്റി പറയുന്നത് തന്നെ ഭയമാണ്. വൈ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ChatGPT. ഐ കളക്ടഡ് സംതിങ് ഫ്രം ദ ChatGPT ആൻഡ് ഓൾസോ ഐ ടീച്ച്ഡ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ടൈം ഓഫ് മൈ യുവേഴ്സ് ഏജ്. എന്ന് പറഞ്ഞാൽ വെൻ ഐ വാസ് അറ്റ് 10th standard I teached lot of students. Yeah, that time I got it my physics, chemistry and basic knowledge I got from there. Okay, anyway, what is quantum era? It's when actually this topic is very advanced. Every student should be understand this type of knowledge. Why? Because the tomorrows is open through this. Not like this type of computers, very fast, accurate, secure data. You can take it from that. Accurate ആയിട്ടുള്ള I will tell you later. ഞാൻ പറയാതെ. അപ്പം ക്വാണ്ടം ഇറ റെഫേഴ്സ് ടു കറണ്ട് ആൻഡ് അപ്കമിങ് പീരീഡ് ഇൻ സയൻസ്. കണ്ടോ, പഴയ കാര്യങ്ങളെ ക്വാണ്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നെങ്കിൽ പുതിയ ഒരു ഫാസ്റ്റ് ആവാൻ പോവാ ലോകം. ഇറ്റ്സ് എ കറണ്ട് ആൻഡ് അപ്കമിങ് പീരീഡ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഇറ്റ് റെപ്രസെന്റ് എ ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് ടെക്നോളജി ടു ക്വാണ്ടം ബേസ്ഡ് ഇന്നോവേഷൻ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. ആ ട്രഡീഷണൽ മെത്തേഡ്സിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ട് പോകാൻ പോവാണ്? ആ ടെക്നോളജി, ഇപ്പൊ നിലവിലുള്ള ടെക്നോളജിയും അത് ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും ഒക്കെ നിങ്ങൾ എങ്ങോട്ട് കുതിക്കാൻ പോവാണ്? ബംബറിംഗ് ടു എങ്ങോട്ടാ? ദ ക്വാണ്ടം ബേസ്ഡ് ഇന്നോവേഷൻ. ഭയങ്കരമായ ഇന്നോവേഷൻസ് വരാൻ പോവാ. അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് ഈസ് ക്വാണ്ടം ഇറ. ഒരു ഐഡിയ കിട്ടിയോ? Quantum era refers to the current and upcoming period in science and technology. It represents a shift from the traditional computing and technology to quantum innovation. മനസ്സിലായോ? The main characteristics of quantum era. അതിന്റെ ഒരു മെയിൻ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്?